കൊക്കൈൻ കൈമാറ്റത്തിനിടയിൽ പിടിയിലായ ഡോക്ടർ നമത്ര ശിഗുരുപതിക്ക് മയക്കുമരുന്നിനോടുള്ള അമിതമായ അഡിക്ഷൻ കാരണം ഉറക്കം പോലും ഇല്ലായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നല്ല ഉറക്കം എന്നത് യഥാർത്ഥത്തിൽ ഡോക്ടറിന് സ്വപ്നം മാത്രമായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. ഓരോ 2 മണിക്കൂറിലും ഉണരുമായിരുന്നു. ഉറക്കം കിട്ടാൻ വേണ്ടി ഉറക്കഗുളിക കഴിക്കാൻ പിന്നീട് തുടങ്ങി. ഇതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളായി മാറുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസമായിരുന്നു വാട്സപ്പ് ആപ്പ് വഴി 5 ലക്ഷം രൂപയുടെ കൊക്കൈൻ ഓർഡർ ചെയ്തതിന് ഡോക്ടർ പ്രധാനമായിട്ടും അറസ്റ്റിലായിരുന്നത്. ഈ കേസിൽ ഡോക്ടർ കുറ്റസമ്മതം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നെല്ലാം വെളിപ്പെടുന്ന കാര്യം. കൊക്കൈൻ വിതരണക്കാരനായ വൻഷ് തക്കറുടെ ഏജന്റ് ബാലകൃഷ്ണ രാംബ്യാർ റാം ആയിരുന്നു 53 ഗ്രാം ഡോക്ടർ നമത്ര മിനി കൂപ്പറിൽ വെച്ച് കൂടുതലും കൈമാറിയിരുന്നതും. വളരെ ശ്രദ്ധാപൂർവം 57 ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ടായിരുന്നു കൂടുതലും കൊക്കൈൻ ഇവർ കൈമാറിയിരുന്നത്. തുക താക്കറുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായി കൈമാറുകയും ചെയ്തു. പക്ഷേ പോലീസ് ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. 10,000 രൂപയും 53 ഗ്രാം കൊക്കൈനും അതുപോലെ 2 സെൽഫോണുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ താൻ 70 ലക്ഷത്തോളം രൂപ മയക്കുമരുന്ന് വാങ്ങാൻ ചെലവഴിച്ചതായി ഡോക്ടർ നമത്ര തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. 2021നും 2022നും ഇടെ MBA ചെയ്യാനായി സ്പെയിനിൽ എത്തിയപ്പോഴായിരുന്നു കൂടുതലും കൊക്കൈന് അടിമപ്പെട്ടിരുന്നത്. 2014 MBBS പൂർത്തിയാക്കിയിരുന്നതും. റേഡിയേഷൻ ഓങ്കോളജിയിൽ MD പൂർത്തിയാക്കി 2017 വിവാഹമോചിതരായ നമത്ര 2 കുട്ടികളുടെ അമ്മ കൂടിയാണ്. നേരത്തെ നാട്ടുകാരനായ ഒരു DJ-യിൽ നിന്നായിരുന്നു ഇവർ കൂടുതലും കൊക്കൈൻ വാങ്ങിയിരുന്നതും. പിന്നീട് വൻഷ് താക്കറുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചു. ഇതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി മാറുകയായിരുന്നു.